രാത്രി കാലങ്ങളിൽ അത്താഴത്തിന് കുറച്ചു മാത്രം കഴിച്ചാൽ മതി എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്. ഈ ആശയത്തിന് ശാസ്ത്രത്തിന്റെ പിന്തുണയുമുണ്ട്. നമ്മുടെ ശരീര വ്യവസ്ഥിതി ഒരു ക്ലോക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥ അതിരാവിലെ കൂടുതൽ ശക്തവും രാത്രിയിൽ ദുർബലവുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഉറക്ക സമയത്തിന് തൊട്ടു മുൻപ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്, കലോറി, കൊഴുപ്പ് എന്നിവ കുറഞ്ഞ അളവിലായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഇത് ദഹന വ്യവസ്ഥയെ അവതാളത്തിലാക്കിക്കൊണ്ട് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമായേക്കും. അതുകൊണ്ട് അത്താഴത്തിന് ഹെവി അല്ലാത്തതും ആരോഗ്യകരവുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഇതിനായി അത്താഴത്തിന് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുടെ ഒരു പട്ടിക എല്ലാവരും ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ശരീരഭാരം കുറയ്ക്കാൻ പരിശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ രാത്രികാലങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതോ ആയ വിവിധ ഭക്ഷണങ്ങളുണ്ട്. ശീതീകരിച്ചെടുത്ത ഭക്ഷണങ്ങളിൽ ശരീരത്തിന് ഹാനികരമായ ധാരാളം പ്രിസർവേറ്റീവുകളും കൃത്രിമ എൻഹാൻസറുകളും അടങ്ങിയിട്ടുണ്ടാവും. കൂടാതെ എണ്ണ, പഞ്ചസാര, ഉപ്പ്, അധിക കലോറി എന്നിവ ഉയർന്ന അളവിലും തണുപ്പിച്ച ഭക്ഷണങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ലക്ഷ്യങ്ങളെ വിഫലമാക്കി തീർക്കുന്ന ഒന്നാണ്. മാത്രമല്ല, ചില ഭക്ഷണങ്ങളിലെ ചൂട് നഷ്ടപ്പെടുന്നത് വഴി ഇവയിലെ പോഷകമൂല്യം കുറയാനും സാധ്യതയാണ്. സിനിമ കാണാൻ പോകുമ്പോൾ പലപ്പോഴും പോപ്കോൺ കഴിക്കുന്നത് എല്ലാവർക്കുമുള്ള ഒരു ശീലമാണ്. വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കടകളിൽ നിന്ന് വാങ്ങുന്ന പോപ്കോണുകളിൽ ധാരാളം ട്രാൻസ് കൊഴുപ്പുകളും ഉപ്പും ഉണ്ടാവും. രാത്രി കാലങ്ങളിൽ ഇത് കഴിക്കുന്നത് ശരീരത്തിന് ഭാരം വർദ്ധിപ്പിക്കാനേ കാരണമാവുകയുള്ളൂ. എല്ലാ ശീതള പാനീയങ്ങളും കാർബണേറ്റ് പാനീയങ്ങളും രാത്രികാലങ്ങളിൽ കഴിക്കാൻ പാടില്ലാത്തതാണ്. പഞ്ചസാരയും സോഡയും അമിതമായി അടങ്ങിയിട്ടുള്ള ഇത്തരം പാനീയങ്ങൾ ശരീരത്തിലെ കലോറി വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇതൊഴിവാക്കി ജ്യൂസുകളും മറ്റും ശീലമാക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത്. തക്കാളി സോസ് അഥവാ കെച്ചപ്പ് വളരെ രുചികരവും എല്ലാത്തരം ഭക്ഷണ വിഭവങ്ങളോടും കൂടെ ചേർത്ത് കഴിക്കാൻ സാധിക്കുന്നവയുമാണ്. എന്നാൽ രാത്രികാലങ്ങളിൽ ഇതിന്റെ ഉപയോഗം അധികം വേണ്ടാത്തതാണ് നല്ലത്. ഇതിൽ ഉയർന്ന അളവിൽ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് ഇതിൽ ഉയർന്നു നിൽക്കും. ഇത് ശരീരഭാരം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാത്രിയിൽ കഴിക്കുന്ന കെച്ചപ്പിന് ഗുഡ് ബൈ പറഞ്ഞേ മതിയാകും. റെസ്റ്റോറന്റുകളിൽ നിന്നും പാക്ക് ചെയ്ത് വിടുന്ന ഫ്രഞ്ച് ഫ്രൈസുകളിൽ ഉയർന്ന അളവിൽ കൊഴുപ്പുകളും കൊളസ്ട്രോളുകളും കലോറിയും അടങ്ങിയിട്ടുണ്ടെന്ന കാര്യം ഒരുപക്ഷെ നമുക്ക് അറിയില്ലായിരിക്കും. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ രാത്രിയിൽ ഏറ്റവും ആദ്യം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണിത്. കാർബോഹൈഡ്രേറ്റ്സ്, ഉപ്പ്, സോഡിയം, സോസിലെ പഞ്ചസാര, ചീസ്, ടോപ്പിങ്ങുകളിൽ ഉപയോഗിക്കുന്ന മാംസം, ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇനി പറയേണ്ടതുണ്ടോ? പിസ്സയാണ് പറഞ്ഞു വരുന്നത്. പിസ്സയിൽ അടങ്ങിയിരിക്കുന്ന ഇവയെല്ലാം നിങ്ങളുടെ ശരീരഭാരം പെട്ടെന്ന് വർദ്ധിപ്പിക്കാൻ കാരണമാവുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് വണ്ണം കുറയ്ക്കണമെങ്കിൽ രാത്രി പിസ്സ കഴിക്കേണ്ട. മികച്ച പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതും ശരീരത്തിന് ഊർജം നൽകുന്നതുമായ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് എല്ലാത്തരം നട്ട്സുകളും. എന്നാൽ ഈ പോഷകങ്ങളെല്ലാം ഉയർന്ന അളവിൽ വരുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള കലോറികളിൽ നിന്നാണ്. അതിനാൽ നട്ട്സുകൾ രാവിലെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ കലോറികൾ രാത്രിയിൽ ഊർജ്ജമായി മാറാതെ ശരീരത്തിൽ കലോറിയായി സൂക്ഷിക്കപ്പെടാൻ കാരണമാകും. ഇത് വണ്ണം കൂടാനേ സഹായിക്കും. നിങ്ങളുടെ ഭക്ഷണ യാത്രയ്ക്ക് ഏറ്റവും മികച്ച ഒരു അന്ത്യം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഐസ്ക്രീം. നാം എല്ലാവരും മിക്കപ്പോഴും ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം ഐസ്ക്രീം കഴിക്കാറ് പതിവാണ്. പക്ഷെ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ചും രാത്രിയിൽ. ഐസ്ക്രീമിലെ പഞ്ചസാരയും കലോറിയും ശരീരഭാരം കുറയ്ക്കുന്നതിനെ തടഞ്ഞു നിർത്തും. ഡാർക്ക് ചോക്ലേറ്റ് ആണ് മറ്റൊരു വില്ലൻ. ഡാർക്ക് ചോക്ലേറ്റ് സാധാരണ ചോക്ലേറ്റിനേക്കാൾ ആരോഗ്യകരമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നുമാണ്. എന്നാൽ രാത്രി കാലങ്ങളിൽ ഇത് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടത് നിർബന്ധമാണ്, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച്. ഇതിലെ ഉയർന്ന അളവിലുള്ള പഞ്ചസാരയും കലോറിയും ദഹന പ്രക്രിയയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. മട്ടൻ, പന്നിയിറച്ചി പോലുള്ള റെഡ് മീറ്റ് വിഭവങ്ങൾ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ നൽകാൻ സഹായിക്കുന്നവയാണ്. എന്നാൽ ഇവയിൽ ഉയർന്ന അളവിൽ കൊഴുപ്പും കലോറിയും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഇവ കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കാനേ കാരണമാവുകയുള്ളൂ. ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ നൽകാനായി അത്താഴമേശയിൽ റെഡ് മീറ്റിന് പകരം ചിക്കൻ പോലുള്ള വൈറ്റ് മീറ്റ് വിഭവങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്.